back to our Plus 2 English class. Let's discuss the question paper of Model Exam 2021. The question paper discussion is very important because it clears your doubts and also helps to score maximum marks in the next exam. എന്തൊക്കെ പഠിച്ചാലും എക്സാമിന് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമമാകും അല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല. സോ ലിസൺ വെരി കെയർഫുള്ളി. ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾക്ക് എക്സാമിന് 2.5 hours ആണ് ടൈം. കൂൾ ഓഫ് ടൈം 20 minutes ഉണ്ട്. അത് ഇപ്രാവശ്യം. അതിൽ ജനറൽ ഇൻസ്ട്രക്ഷൻസ് നോക്കിയേ. 20 minutes ഈസ് ഗിവൺ ആസ് കൂൾ ഓഫ് ടൈം. Use the cool off time to read the questions and plan your answers. നിങ്ങളുടെ കൂൾ ഓഫ് ടൈം നിങ്ങൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി ആൻസേഴ്സ് എല്ലാം പ്ലാൻ ചെയ്ത് വയ്ക്കുന്നതിന് നിങ്ങൾ ഉപയോഗിക്കണം. അറ്റംപ്റ്റ് ദ ക്വസ്റ്റ്യൻസ് അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ്. ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യുക. കീപ്പ് ഇൻ മൈൻഡ് ദ സ്കോർ ആൻഡ് ടൈം വൈൽ ആൻസറിങ് ദ ക്വസ്റ്റ്യൻസ്. ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുമ്പോൾ അത് ആ ക്വസ്റ്റ്യൻ എത്ര മാർക്കിനാണ്, അതിന് നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയിരിക്കുക. ദ മാക്സിമം സ്കോർ ഫോർ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 39 വിൽ ബി 80. നിങ്ങൾക്ക് ഇപ്രാവശ്യം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ വളരെ വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ആൻസർ ചെയ്യാം, എത്ര മാർക്കിന് വേണമെങ്കിലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുക. മാക്സിമം മാർക്കിന് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. എത്ര മാർക്കിന്, അതായത് നിങ്ങളിപ്പോൾ എഴുതുന്നത് മാർക്ക് നിങ്ങൾക്ക് 100, 120, 140 ഒക്കെ ആയാലും നിങ്ങൾക്ക് മാക്സിമം 80 ആയിട്ട് കൺസിഡർ ചെയ്യും. അതുകൊണ്ട് ആരും ഒരിക്കലും ക്വസ്റ്റ്യൻസ് കുറച്ച് എഴുതരുത്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്കിൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് ഇപ്രാവശ്യം 80 ആയിരിക്കും. 80 out of 80 നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള നല്ലൊരു ചാൻസാണ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 39 അപ് ടു എ മാക്സിമം സ്കോർ ഓഫ് 80. Question numbers 1 to 3. Read the excerpt from the 3 L's of empowerment and answer the questions that follow. Each carries 1 score. ഈ തന്നേക്കുന്ന ആ പാസേജ് 3 L's of empowermentൽ നിന്നുള്ള ഈ പാസേജ് നിങ്ങൾ വായിക്കുക. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്കാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ 1 സെൻറ്റൻസ് എഴുതിയാൽ മതി. ദാറ്റ്സ് ഇനഫ്. Education is the foundation upon which any change is built. Learning helps women to help themselves and break the shackles of exclusion. Nowhere is this more essential than in the developing world. There is an African adage that goes, if you educate a boy, you train a man. If you educate a girl, you train a village. Question number 1. Which word in the passage means a well-known phrase expressing a general truth about people or the world? Can you answer the question? Adage. ആ ഒറ്റ വേർഡ് മാത്രം എഴുതിയാൽ മതി. 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹൗ ക്യാൻ വിമൻ ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ? ഹൗ ക്യാൻ വിമൻ ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ? അത് നിങ്ങൾക്ക് എഴുതാം. വിമൻ ക്യാൻ ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ ബൈ ഗിവിങ് ദം എഡ്യൂക്കേഷൻ. അല്ലെങ്കിൽ ഈ പാസേജിലുള്ള ആ സെയിം സെൻറ്റൻസ് എഴുതിയാലും മാർക്ക് കിട്ടും. ലേണിംഗ് ഹെൽപ്സ് വിമൻ to help themselves and break the shackles of exclusion. 3. What does the adage mentioned in the given passage convey? ഈ പാസേജിൽ തന്നേക്കുന്ന ആഡേജ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കുക. 1 മാർക്കാണ് അതിൻ്റെ സ്കോർ. അപ്പോൾ 1 സെൻറ്റൻസ് എഴുതിയാൽ മതി. നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ എഴുതണമെന്ന് തോന്നും, ബട്ട് എഴുതരുത്. 1 സെൻറ്റൻസ്, ദാറ്റ്സ് ഇനഫ്. അപ്പോൾ എന്താ ഇത് അർത്ഥമാക്കുന്നത്? നമുക്കത് പറയാം. if we give education to a boy, then we are training a man. If we are giving education to a girl, then we are training a village. Okay, അങ്ങനെ ആ ഒരു മീനിങ് വരുന്ന തരത്തിലുള്ള ഒരു സെൻറ്റൻസ് എഴുതിയാൽ മതിയാകും. Question number 4.
Complete the passage given below with suitable words selected from those given in the box. ബോക്സിൽ കുറേ വേർഡ്സ് തന്നിരിക്കുന്നു. ബൈ, ടു, ഓഫ്, ഫ്രം, അറ്റ്. ഇതെല്ലാം പ്രിപ്പസിഷൻസ് ആണ്. ആ പ്രിപ്പസിഷൻസിൻ്റെ മീനിങ് നോക്കി നമുക്ക് ഏതാണ് സ്യൂട്ടബിൾ എന്നുള്ളത് അതനുസരിച്ച് ആ പാസേജ് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. At the end of the day, the profit from their sales is split between them and someone. The money that rickshaw pullers earn by transporting the passengers is solely theirs. The revenue of our rickshaw pullers have increased 30 to 40%. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂൾ ഓഫ് ടൈമിന് നിങ്ങൾക്ക് പ്രിപ്പോസിഷൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ആൻസർ എഴുതേണ്ട ടൈമിൽ ആ ആൻസേഴ്സ് ജസ്റ്റ് ആ വേർഡ്സ് ആൻസേഴ്സ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതിയാകും. അങ്ങനെ നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട് എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 4, എ, ഫ്രം, ബി, ബൈ, സി, ഓഫ്, ഡി, ടു, അത്രയും എഴുതാൻ മതിയാവും. ഓക്കെ, ഇതിൽ ഈ പ്രിപ്പോസിഷൻസ് നമുക്ക് ഏതൊക്കെ ചേർക്കാം, ഏതിനോടൊക്കെ ചേരുമെന്നുള്ളത് ഞാൻ ആ ടിപ്സ് ഓഫ് എഡിറ്റിംഗ് എന്നുള്ളൊരു വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒരു പ്രാവശ്യം കൂടെ കണ്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. God has given me 2 ears to listen to others. Rewrite the sentence beginning as suggested. 2 ears dash. ക്വസ്റ്റ്യൻ മനസ്സിലായോ? റീറൈറ്റ് ദ സെൻറ്റൻസ് ബിഗിനിങ് ആസ് സജസ്റ്റഡ്. ഈ പറഞ്ഞേക്കുന്നത് പോലെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന്, ആ സെൻറ്റൻസിനെ ഒന്ന് മാറ്റി എഴുതുക, റീറൈറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത് പാസീവ് വോയിസ് ആണ്. കാരണം ഇവിടെ നമ്മൾ 2 ഇയേഴ്സ് എന്ന് പറഞ്ഞത് ഓബ്ജക്റ്റാണ്. ആ സെൻറ്റൻസിൽ ഓബ്ജക്റ്റാണ്. ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റും ഓബ്ജക്റ്റും ഉണ്ട്. സബ്ജക്റ്റിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ആക്റ്റീവ് വോയിസ്. അതിൽ ഓബ്ജക്റ്റിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് പാസീവ് വോയിസ്. അപ്പോൾ ഈ പാസീവ് വോയിസ് എങ്ങനെ എഴുതണമെന്ന് പാസീവ് വോയിസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെയുണ്ട്. അത് നിങ്ങൾ നോക്കി അല്ലെങ്കിൽ ഈ ചാനൽ സെർച്ച് ചെയ്ത് അത് നിങ്ങൾ കണ്ടു പഠിക്കുക. പാസീവ് വോയിസ്. ഇതിൻ്റെ ആൻസർ 2 years have been given to me by God to listen others. ഓക്കെ, മനസ്സിലായോ? 2 years have been given to me by God to listen others. നമുക്ക് ഗ്രാമറിന് മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ ഈസിയാണ്. എഴുതാനും അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ട. ഇതൊക്കെ നമുക്ക് ആൻസർ കൂൾ ഓഫ് ടൈമിൽ കണ്ടുപിടിച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ പാസീവ് വോയിസ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6 to 8. Read the lines from the poem, rise and answer the questions that follow. Above us, a ship of the sky rose northwards, drowning my brother's loud cries. The chief minister is off like an arrow to the center to clamour for more grains, now flying high above the cash crops, now growing tall like the trees, since no one here promotes the farming of rice. ഇത് റൈസിലെ കുറച്ച് ലൈൻസാണ്. അപ്പോൾ ആ റൈസ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കാണും. നിങ്ങൾക്കിത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നോക്കി, വാട്ട് ഡസ് ഷിപ്പ് ഓഫ് ദ സ്കൈ റിപ്രസെൻറ്റ്? എന്താണ് ഈ ഷിപ്പ് ഓഫ് ദ സ്കൈ എന്നതുകൊണ്ട് ഇവിടെ റിപ്രസെൻറ്റ് ചെയ്യുന്നത്? ഷിപ്പ് ഓഫ് ദ സ്കൈ, ആകാശക്കപ്പൽ എന്ന് പറയുന്നത് ഇവിടെ എയ്റോപ്ലെയിൻ. ദാറ്റ് വൺ വേർഡ് ഈസ് ഇനഫ്. നമ്പർ 7. whose brother is mentioned in the second line of the given stanza. ഇതിൽ പറഞ്ഞേക്കുന്ന ബ്രദർ എന്ന് പറയുന്നത് ആരാണ്? ഹൂസ് ബ്രദർ, ആരുടെ ബ്രദറിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ആരുടെ ബ്രദറാണ്? നിങ്ങൾക്ക് ആൻസർ ഇങ്ങനെ എഴുതാം, ബ്രദർ ഓഫ് ദ പോയറ്റ് ചെമ്മനം ചാക്കോ. ഓക്കെ, അതിലെ പോയറ്റ് ആരാണെന്ന് അറിയാമല്ലോ, ചെമ്മനം ചാക്കോ. അപ്പോൾ അങ്ങനെ എഴുതിയാൽ മതി, ബ്രദർ ഓഫ് ദ പോയറ്റ് ചെമ്മനം ചാക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8. Bring out the satirical elements in the given lines. ഈ തന്നേക്കുന്ന ലൈൻസിൽ സറ്റേറിക്കൽ എലമെൻറ്റ്സ്, കളിയാക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന എലമെൻറ്റ്സ്, കാര്യങ്ങൾ ഏതൊക്കെയാണ്? അല്ല ആൻസർ, ഇൻ ദ ഗിവൺ ലൈൻസ് ദ പോയിറ്റ് സറ്ററൈസസ് ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് ഹി സേസ് ദ ചീഫ് മിനിസ്റ്റർ ഈസ് ഓഫ് ലൈക്ക് an arrow to the center. Here he also criticizes or satirizes the politicians who have grown like trees. No one is promoting food crops.
ഇത്രയൊന്നും വേണ്ട, അത് ഞാൻ നിങ്ങൾക്ക് ഐഡിയ തരാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 സെൻറ്റൻസ് ദാറ്റ് ഈസ് ഇനഫ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ മാർക്ക് നോക്കി വേണം ആൻസർ ചെയ്യാൻ. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 sentences ആർ ഇനഫ്. യു ക്യാൻ റൈറ്റ് 1 more sentence കേട്ടോ. അതിൽ കൂടുതൽ നിങ്ങൾ എഴുതരുത്. അങ്ങനെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ടൈം സേവ് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. After reading the poem Rise, you realize that there is a drastic fall in agricultural crops in your locality also. Draft 2 suggestions which you think will benefit your village. Question മനസ്സിലായോ? After reading the poem Rise, you realize that there is a drastic fall in agricultural crops in your locality. നമ്മുടെ ലൊക്കാലിറ്റിയിലും അഗ്രികൾച്ചറൽ ക്രോപ്സിന് ഒരു ഭയങ്കരമായൊരു ഒരു കുറവ് വന്നിട്ടുണ്ട്. ഡ്രാഫ്റ്റ് 2 സജഷൻസ് വിച്ച് യു തിങ്ക് വിൽ ബെനിഫിറ്റ് യുവർ വില്ലേജ്. നിങ്ങളുടെ വില്ലേജിന് ബെനിഫിറ്റ് ആകുന്ന, നേട്ടമാകുന്ന 2 സജഷൻസ് നിങ്ങൾ പറയൂ. അപ്പോൾ 2 സജഷൻസ് അല്ലെങ്കിൽ ആർക്കെങ്കിലും 2 അഡ്വൈസ് കൊടുക്കൂ. ചിലപ്പോൾ ഇതിനെ തന്നെ മാറ്റി ഏതെങ്കിലും ഫാമേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് 2 അഡ്വൈസ് കൊടുക്കൂ എന്നിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതുപോലെ ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസിൽ. നിങ്ങളുടെ ഒരു ഫ്രണ്ട് വൺ ഓഫ് യുവർ ഫ്രണ്ട്സ് ഈസ് അഡിക്റ്റഡ് ടു ഡ്രഗ്സ്. പ്ലീസ് ഗീവ് ഹിം 1 or 2 സജഷൻസ് ഓർ അഡ്വൈസ്. അപ്പോൾ അതും ഇതുപോലെ എങ്ങനെ നമുക്ക് അഡ്വൈസ് അല്ലെങ്കിൽ സജഷൻസ് എഴുതാം. നമ്മൾ അതിന് സാധാരണ ഉപയോഗിക്കുന്ന ഫ്രേസാണ് യു ഷുഡ്, യു മസ്റ്റ്, വൈ ഡോണ്ട് യു, യു ഹാഡ് ബെറ്റർ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്താണ് നിങ്ങൾ അത് പറയേണ്ടത്. അതിന് എക്സാമ്പിൾ ഞാൻ ക്വസ്റ്റ്യൻ പാറ്റേൺ ഡിസ്കഷനിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഓരോ ചാപ്റ്റർ ബേസുള്ള ഡിസ്കഷന് ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങനെ നമ്മുടെ ഫ്രണ്ടിനൊരു അഡ്വൈസ് കൊടുക്കാം. യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ, യു ഹാഡ് ബെറ്റർ സീക്ക് ദ ഹെൽപ്പ് ഓഫ് എ കൗൺസിലർ. അതാണ് അതിൻ്റെ ആൻസർ. അങ്ങനെ അത് ഞാൻ കുറച്ച് അതിൽ പറയുന്നുണ്ട്, അതൊരു പ്രാവശ്യം ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് എന്ത് സജഷൻസ് കൊടുക്കാം, നിങ്ങൾ എന്ത് സജഷൻസ് കൊടുക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. We must promote agricultural crops in our locality. Why don't we promote rice farming? We had better help our farmers. കണ്ടോ, ഇതുപോലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള, മീനിങ് ആയിട്ടുള്ള ഏതെങ്കിലും 1-2 സജഷൻസ് അല്ലെങ്കിൽ അഡ്വൈസ് നമുക്ക് കൊടുക്കാം. നോക്കൂ, അതിൻ്റെ റൈറ്റ് സൈഡിൽ ഓരോ ആൻസറിനും 1 മാർക്കാണ്. അങ്ങനെ 2 ആൻസറിന് 2 മാർക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. The following passage from the story Matchbox has some errors. Identify them and edit the passage. Nomida pulls the basket of potatoes towards herself and sits down to peel potatoes, and on her mind she keeps think about how she might be able secretly to send her mother few rupees. 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 4 എറേഴ്സ് കാണും. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഐഡൻറ്റിഫൈ ദ എറേഴ്സ്, ദെൻ എഡിറ്റ് ദ പാസേജ്. ഇതിലെ എറേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ നമുക്ക് എറേഴ്സ് കണ്ടുപിടിക്കാം? ഫൈൻഡിങ് ദ എറേഴ്സ്. എങ്ങനെ നമ്മൾ ഒരു പാസേജ് തരുമ്പോൾ അതിലെ എറേഴ്സ് കണ്ടുപിടിക്കാൻ ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്, പിന്നെ നമ്മൾ ഏത് ചെക്ക് ചെയ്യണം, അത് നിങ്ങൾ ടിപ്സ് ഓഫ് എഡിറ്റിംഗ് ആ വീഡിയോ കണ്ട് പഠിക്കുക. പിന്നെ ഈ എഡിറ്റിങ്ങിന് വരുന്ന മറ്റു റിലേറ്റഡ് ആയിട്ടുള്ള 1-2 വീഡിയോസാണ് ഞാൻ ചെയ്തത്. കൺകോഡ് എന്ന് പറഞ്ഞാൽ അതിലേതൊക്കെ മിസ്റ്റേക്സ് ഇതിലുണ്ട്, അല്ലെങ്കിൽ കൊഹസീവ് ഡിവൈസിലെ മിസ്റ്റേക്സ് ഇതിലുണ്ടോ, അതൊക്കെ ആ 2 വീഡിയോയും കണ്ടു പഠിക്കുക. അതുപോലെ എഡിറ്റ് ദ പാസേജ്, ആ ഒരു വീഡിയോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെ എഴുതാം എന്ന് പറയുന്ന ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിതിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാം. നോക്കിയേ ആൻസർ. Nomida pulls the basket of potatoes towards herself and sit down to peel potatoes, and on her mind അല്ല, അവിടെ ആൻസർ in her mind. She keeps think about അല്ല, അവിടെ ഒരു എററുണ്ട്, thinking. Now she might be able secretly to send 2
പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. അവിടെ SENT അല്ല, SEND. ടു സെൻഡ് ഹർ മദർ എ ഫ്യൂ റുപ്പീസ്, കുറച്ച് കാശ്, എ ഫ്യൂ റുപ്പീസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ പാസേജിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ ഒന്നിനും നിങ്ങൾക്ക് ഈ പാസേജ് ആൻസർ എല്ലാം എഴുതിയിട്ട് നിങ്ങൾ ഏതാണോ എറർ നിങ്ങൾ കറക്റ്റ് ചെയ്തത് അത് അണ്ടർലൈൻ ചെയ്യാം. അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, ക്വസ്റ്റ്യൻ നമ്പർ 10, പിന്നെ ഇതിലെ എറർ കറക്റ്റ് ചെയ്ത ആ വേർഡ്സ് മാത്രം എഴുതിയാൽ മതി. ഇൻ, കോമ, തിങ്കിങ്, കോമ, സെൻഡ്, കോമ, എ ഫ്യൂ റുപ്പീസ്. ഇത്രയും നിങ്ങൾ എഴുതിയാൽ മതി. നിങ്ങൾക്ക് കിട്ടേണ്ട 4 മാർക്സും ഉറപ്പായിട്ടും കിട്ടും. വെറുതെ നിങ്ങൾ പാസേജ് എഴുതി ടൈം വേസ്റ്റ് ചെയ്യരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. ചേഞ്ച് ദ ഗിവൺ സെൻറ്റൻസസ് ഇൻറ്റു ഇൻഡയറക്റ്റ് സ്പീച്ച്. മാർത്ത, വിൽ ദ ഡിപ്പോസിറ്റേഴ്സ് ലൂസ് മച്ച് റോബർട്ട്? ബാൽവിൻ, ദ ഡിപ്പോസിറ്റേഴ്സ് വിൽ നോട്ട് ലൂസ് എ സെൻറ്റ്. ഇങ്ങനെ ഒരു ഡയലോഗ് തന്നതിന് ശേഷം റിപ്പോർട്ട് ചെയ്യാൻ ചോദിക്കുമ്പോൾ റിപ്പോർട്ട് സ്പീച്ചിന് ഇത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് റിപ്പോർട്ട് സ്പീച്ചാണെന്ന് മനസ്സിലാക്കണം. മറ്റൊന്ന്, ഒരു പ്രോഗ്രാം തന്നതിന് ശേഷം റിപ്പോർട്ട് ദ പ്രോഗ്രാം എന്ന് പറഞ്ഞ് വേറൊരു ക്വസ്റ്റ്യൻ വരാം. അത് പ്രോഗ്രാം റിപ്പോർട്ട് ചെയ്യാനുള്ളതാണെന്നും ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ ഇതിൻ്റെ മാർക്ക് എത്രയാണെന്ന് നോക്കിക്കോളൂ, 2 മാർക്സ്. അപ്പോൾ 2 മാർക്സ് ആണെങ്കിൽ നമ്മളിതിൻ്റെ ആ സെൻറ്റൻസ് ആൻസർ കറക്റ്റായിട്ട് എഴുതിയാൽ മതി. റിപ്പോർട്ട് സ്പീച്ചിൻ്റെ ഓരോ സെൻറ്റൻസും അല്ലെങ്കിൽ ഒരു ഡയലോഗ് നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ വളരെ വിശദമായിട്ട് ഓരോരോ കാര്യങ്ങളും സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വീഡിയോസ് തന്നിട്ടുണ്ട്. നിങ്ങൾ പലരും പഠിച്ചു കാണും. അഥവാ ഇനി ആരെങ്കിലും റിപ്പോർട്ട് സ്പീച്ച് പഠിക്കാനുണ്ടെങ്കിൽ ടൈമുണ്ട്, പഠിക്കുക. അതിൽ ആദ്യം നിങ്ങൾ എടുക്കേണ്ടത് വാട്ട് ആർ ദ ചേഞ്ചസ് വെൻ വി റിപ്പോർട്ട് എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലേതൊക്കെ മാറ്റങ്ങൾ വരും, അതിൽ ടെൻസിൽ എന്താണ് മാറ്റം, ടൈമിൽ എന്താണ് മാറ്റം, അതാദ്യം പഠിക്കണം. പിന്നെ ഹൗ ക്യാൻ വി റിപ്പോർട്ട് എ സെൻറ്റൻസ്, ഒരു സെൻറ്റൻസിനെ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, അത് മനസ്സിലാക്കിയതിന് ശേഷം ദെൻ ഹൗ ക്യാൻ വി റിപ്പോർട്ട് എ WH ക്വസ്റ്റ്യൻ, അത് മനസ്സിലാക്കുക. പിന്നെ റിപ്പോർട്ടിംഗ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. ആ വീഡിയോസ് എല്ലാം കണ്ട് റിപ്പോർട്ട് സ്പീച്ച് മനസ്സിലാക്കിയതിന് ശേഷം റിപ്പോർട്ട് സ്പീച്ചിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് ഞാനൊരു വീഡിയോ ചെയ്തു. നിങ്ങൾക്ക് അതിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതും കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഇതിന് ആൻസർ കറക്റ്റായിട്ടും പറയാൻ പറ്റും. ആൻസർ ഞാനിപ്പോൾ പറയാം, നോക്കിയേ. മാർത്ത, വിൽ ദ ഡെപ്പോസിറ്റേഴ്സ് ലൂസ് മച്ച് റോബർട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത് ഈ സെൻറ്റൻസ് ഏത് ടൈപ്പാണ്. വിൽ ദ ഡെപ്പോസിറ്റേഴ്സ് ലൂസ് മച്ച് റോബർട്ട്, അതിൽ ക്വസ്റ്റ്യൻ മാർക്കുണ്ട്, അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഓക്സിലറി വേർബിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നുണ്ട്. ഇതിൻ്റെ ആൻസർ വിൽ ദ ഡെപ്പോസിറ്റേഴ്സ് ലൂസ് മച്ച്, യെസ് ഓർ നോ അല്ലേ. അപ്പോൾ ആൻസർ എസ് അല്ലെങ്കിൽ നോ വരികയാണെങ്കിൽ ദാറ്റ്സ് ദ എസ് ഓർ നോ ക്വസ്റ്റ്യൻ. അപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ വെദർ അല്ലെങ്കിൽ ഇഫ് ചേർത്ത് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആൻസർ മാർത്ത ആസ്ക്ഡ് ബാൽവിൻ വെദർ ദ ഡിപ്പോസിറ്റേഴ്സ് വുഡ് ലൂസ് മച്ച്. അവിടെ വിൽ, ക്യാൻ, ഷാൽ ഇതൊക്കെ വുഡ്, ഷുഡ്, കുഡ് അത് പാസ്റ്റ് ടെൻസായി മാറും. അപ്പോൾ ആ റിപ്പോർട്ട് സ്പീച്ച് നോക്കി നിങ്ങൾ പഠിക്കുക. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ട് ഇവിടെ അത് പാസ്റ്റ് ടെൻസായി മാറുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരിത് വരുമ്പോൾ അത് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ഏതൊക്കെയാണെന്നുള്ള ആ ഡിഫറൻസ് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ ബാൽവിൻ റിപ്ലൈഡ് ദാറ്റ് ദ ഡെപ്പോസിറ്റേഴ്സ് would not lose a cent. Balvin replied spelling തെറ്റരുത്, REPLIED. The depositors will not lose a cent. കണ്ടോ, അതിൽ ആ വിൽ എന്നുള്ളത് പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ട് അത് പാസ്റ്റ് ടെൻസ് ആയി മാറും. അത്രയേ ഉള്ളൂ, സിമ്പിളാണിത്. റിപ്പോർട്ട് സ്പീച്ച് മാർക്ക് കിട്ടാൻ വളരെ ഈസിയാണ്, നിങ്ങളത് അവോയ്ഡ് ചെയ്യരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. Explain the idea conveyed in these lines from the poem Any Woman. Without me cold the hearthstone stands, nor could the precious children thrive. അതിലെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതെത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ. ഇത് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളുടെ ആൻസർ 2 or 3 sentences, that's enough.
എന്താ ക്വസ്റ്റ്യൻ? എക്സ്പ്ലെയിൻ ദ ഐഡിയ കൺവേഡ് ഇൻ ദീസ് ലൈൻസ്. എനി വുമൺ എന്ന ഈ പോയമിൽ ഈ ലൈൻസിൽ എന്താണ് ഐഡിയ? അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം. ഇൻ ദീസ് ലൈൻസ് the poet Catherine Tynan conveys the importance of mother in a family. The absence of mother is compared with the cold hearthstones. Here the poet says the children are precious. Okay, ഇതുപോലെ മീനിങ്ഫുൾ ആയിട്ട് എഴുതിയാൽ മതി, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13. Read the lines given below and answer the questions that follow. And your mouth is like a section of road that is being worked on. This is going to hurt just a little bit എന്ന ആ പോയമിൽ നിന്നുള്ള ലൈൻസ് ആണ് കേട്ടോ. അതിലെ പോയിട്ട് ഓഗ്ഡൻ നാഷ് ആണ്. പറ്റുവാണെങ്കിൽ അതിൻ്റെ ഒരു സമ്മറി ഒന്ന് വായിച്ചു വയ്ക്കുക. അത് ഫോക്കസ് ഏരിയയിലുള്ളതല്ല, എന്നാലും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 8. നെയിം ദ പോയിറ്റ് ഹൂസ് lines are quoted here. That means, who is the poet? That is, name the poet whose lines are quoted here. ഇതിലെ പോയറ്റ് ആരാണ്? അപ്പോൾ എല്ലാ പോയമിലെയും പോയറ്റ്സിൻ്റെ പേരൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. ആരാ ഈ പോയറ്റ്? ഓഗ്ഡൻ നാഷ്. ബി. ഐഡൻറ്റിഫൈ എ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദീസ് ലൈൻസ്. ഈ ലൈൻസിലെ ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? നിങ്ങൾ ഈ പോയം നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. അതിലൊരു വേർഡുണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഇതിലെ ഫിഗർ ഓഫ് സ്പീച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈസി ആയിട്ടുള്ളൊരു വേർഡുണ്ട്, ലൈക്ക്. കണ്ടോ? അപ്പോൾ ലൈക്ക് വരികയാണെങ്കിൽ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് സിമിലി. സിമിലി സ്പെല്ലിംഗ് തെറ്റരുത്, SIMILE. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും ആൻസേഴ്സായിട്ട് ആ വേർഡ്സ് മാത്രം എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. Read the following excerpt and answer the questions that follow. They usually begin to tick just before they go off. So, if any of your passers start making funny noises, you will know what to do. കണ്ടോ, ഒരു ചെറിയൊരു പാസേജ്. എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭാഗത്ത് നിന്നും ഒരു ചെറിയൊരു ഭാഗം എടുത്തതിനാണ് നമ്മൾ എക്സെപ്റ്റ് എന്ന് പറയുന്നത്. ആ എക്സെപ്റ്റ് വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസറാണ് ചെയ്യേണ്ടത്. ഹു ഈസ് ദ സ്പീക്കർ ഓഫ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് ആരാണ് പറഞ്ഞത്? ഇത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ എഴുതാം. അപ്പോൾ അതിൽ ആൻസർ ഫാമറാണ്. അപ്പോൾ ഇതുപോലെ റിലേറ്റ് ചെയ്ത് നമുക്ക് അവർ ഓഫ് ട്രൂത്ത് നമ്മുടെ ഫോക്കസ് ഏരിയയാണ്. അതിലേതെങ്കിലും ചിലപ്പോൾ ഒരു ഡയലോഗ് ഇത് തന്നതിന് ശേഷം ഇതുപോലെ ചോദിക്കാം, ഹു ഈസ് ദ സ്പീക്കർ ഓഫ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. അപ്പോൾ സിമിലറായിട്ട് ചോദിക്കാൻ പറ്റുന്നൊരു ചാൻസാണ്. നിങ്ങൾ ടെക്സ്റ്റ് കൂടുതലായിട്ട് വായിച്ചു വയ്ക്കുക, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ ബി. Pick out the phrasal verb from the above passage and write down its meaning. ഇതിൽ നിന്നും ഫ്രേസൽ വേർബ് എടുത്തെഴുതുക, എന്നിട്ട് അതിൻ്റെ മീനിങ് എഴുതുക എന്നാണ്. കണ്ടോ, പിക്ക് ഔട്ട് ദ ഫ്രേസൽ വേർബ് ഫ്രം ദ എബവ് പാസേജ് ആൻഡ് റൈറ്റ് ഡൗൺ ഇറ്റ്സ് മീനിങ്. ഇതിൽ ഫ്രേസൽ വേർബ് ഏതാണ്? ഫ്രേസൽ വേർബിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഉടൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. ഒരു വേർബിൻ്റെ കൂടെ ഒരു പ്രിപ്പോസിഷൻ ചേർന്ന് വരുന്നതാണ് ഫ്രേസൽ വേർബ്. അങ്ങനെ ഒരു വേർബിൻ്റെ കൂടെ ഒരു പ്രിപ്പോസിഷൻ ചേർന്ന് വരുമ്പോൾ ആ വേർബിൻ്റെ ഒറിജിനൽ മീനിങ് മാറും. അപ്പോൾ ഇവിടെ അങ്ങനെ ഏതാണെന്ന് നോക്കിയാൽ ദ ഫ്രേസൽ വേർബ് ഈസ് ഗോ ഓഫ്. ഗോ ഓഫ് മീൻസ് എക്സ്പ്ലോഡ്, പൊട്ടിത്തെറിക്കുക. ഓക്കെ, കണ്ടോ, അത് ഓരോ മാർക്കിനാണ് ക്വസ്റ്റ്യൻ, ഓരോ സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു വേർഡ്, ദാറ്റ്സ് ഇനഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. Read the excerpt from A Three-Wheeled Revolution and answer the questions that follow. 1 score each. ഓരോ ക്വസ്റ്റ്യനും ഒരു മാർക്ക് വീതമാണ്. എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെസൺ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിൽ നിന്നും അതിൽ നിന്നും എടുത്ത ഒരു ചെറിയ പോർഷൻ, അതിനാണ് നമ്മൾ എക്സെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എ ത്രീ വീൽഡ് റെവല്യൂഷനിൽ നിന്നെടുത്ത ഒരു ചെറിയൊരു പോർഷൻ. According to my proposal, rickshaws were to be redesigned so that the spaces on the vehicles could be sold for the purposes of advertising and brand promotion. Also, I indicated that additional revenues could be made by selling products like water, juice, biscuits, mobile cards, and newspapers to the passengers. I won the show and was offered the seat money of rupees 150 lakhs. A. Whose proposal is mentioned above?
ആരുടെ പ്രപ്പോസലാണ് ഇവിടെ പറയുന്നത്? വളരെ സിമ്പിളാണ്. ആൻസർ ഇർഫാൻ അലം. ദ പ്രപ്പോസൽ ഓഫ് ഇർഫാൻ അലം. ബി, ഹൗ കുഡ് എ റിക്ഷ പുള്ളർ മേക്ക് അഡീഷണൽ റവന്യൂസ്? എങ്ങനെയാണ് ഒരു റിക്ഷ പുള്ളർ അഡീഷണൽ റവന്യൂ, വരുമാനം ഉണ്ടാക്കുന്നത്? അതിൻ്റെ ആൻസർ പാസേജിൽ തന്നെ ഉണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് നോക്കി എഴുതാം. Additional revenues could be made by selling products like water, juice, biscuits, mobile cards and newspapers to the passengers. C, which word or phrase in the passage means money provided to set up or develop a business venture? Which word or phrase? ഏത് വേർഡ് അല്ലെങ്കിൽ ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, അതാണ് ഈ കാര്യം മീൻ ചെയ്യുന്നത്, അർത്ഥമാക്കുന്നത്. മണി പ്രൊവൈഡഡ് ടു സെറ്റപ്പ് ഓർ ഡെവലപ്പ് എ ബിസിനസ് വെഞ്ചർ. അതിൻ്റെ ആൻസർ സീഡ് മണി. ഓക്കെ, അപ്പോൾ അത് ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16. Choose the appropriate idioms from the box given below and filling the blanks in the sentences given. You may change the forms if necessary. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഇഡിയംസ്, ഇഡിയമാറ്റിക് ഫ്രേസസ്. അത് ഇഡിയംസിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഉടൻ തന്നെ റെഡിയാക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഡിയംസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. സാധാരണ എക്സാം ഇങ്ങനെ ചോദിക്കാറില്ല. ഇപ്രാവശ്യം നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഡിയമാറ്റിക് ഫ്രേസസ് ഒക്കെ ചിലപ്പോൾ നെക്സ്റ്റ് എക്സാമിന് കാണുമായിരിക്കും, ഉറപ്പില്ല. എന്നാലും ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്കൊന്നും അറിയില്ല എങ്കിൽ പോലും ഈ ഇഡിയംസ് അല്ലെങ്കിൽ ബോക്സിൽ തന്നിട്ട് ആൻസർ എഴുതാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് കറക്കി കുത്തിയെങ്കിൽ എഴുതി വയ്ക്കുക. ചിലപ്പോൾ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ഓക്കെ, ഓരോ ആൻസറിനും ഓരോ മാർക്ക് വീതമാണ്. ഓക്കെ, യു മേ ചേഞ്ച് ദ ഫോംസ് ഇഫ് നെസസറി. ചിലപ്പോൾ നിങ്ങളിതിന് ആൻസർ ഫില്ലപ്പ് ചെയ്യുമ്പോൾ അതിന് ആ വേർബിന് ഇച്ചിരി മാറ്റം എന്തെങ്കിലും വരുത്തേണ്ടി വരും. അങ്ങനെ വേണ്ടി വരുവാണെങ്കിൽ മാറ്റിക്കോളൂ എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. Look at the idioms within the box. Once in a blue moon, the last straw, miss the boat, sit on the fence. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് വേർഡ്സ് തന്നതിന് ശേഷം ഫില്ലപ്പ് ചെയ്യാൻ ചോദിച്ചാൽ അതേത് ക്വസ്റ്റ്യൻ ആയാലും ആദ്യം നിങ്ങൾ അറിയേണ്ടത് ആ വേർഡ്സിൻ്റെ മീനിങ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിൽ മീനിങ്സ് ആദ്യം മനസ്സിലാക്കുക. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒരിക്കലെന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി കംസ് ടു ദ ക്ലാസ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഇവൻ വല്ലപ്പോഴും ഒരിക്കലാണ് നമ്മുടെ ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ നമുക്കത് കളിയാക്കി പറയാനൊക്കെ യൂസ് ചെയ്യാവുന്നൊരു ഇഡിയമാണ്. ദ ലാസ്റ്റ് സ്ട്രോ. സ്ട്രോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കച്ചിത്തുരുമ്പ്, വൈക്കോൽ. ദ ലാസ്റ്റ് സ്ട്രോ എന്ന് പറഞ്ഞാൽ ഇപ്പം മുങ്ങിത്താഴുന്ന ആൾക്കാർ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാലും പിടിച്ച് രക്ഷപ്പെടാൻ നോക്കും എന്നുള്ളതാണ് ഈ ഇഡിയമിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അവസാനത്തെ അഭയസ്ഥാനം. മറ്റൊരർത്ഥം, നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യത്തിനെ നമ്മൾ ദ ലാസ്റ്റ് സ്ട്രോ എന്ന് പറയാറുണ്ട്. ദെൻ മിസ് ദ ബോട്ട്. മിസ് ദ ബോട്ട്, നമുക്ക് ആ ബോട്ട് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് മിസ് ദ ഓപ്പർച്യൂണിറ്റി, അവസരം നഷ്ടപ്പെട്ടു പോവുക. സിറ്റ് ഓൺ ദ ഫെൻസ്. സിറ്റ് ഓൺ ദ ഫെൻസ്. ഫെൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വേലി. ആ വേലിയുടെ പുറത്തിരിക്കുക. വേലിയുടെ പുറത്ത് ഇരുന്നാൽ അല്ലെങ്കിൽ കയ്യാല പുറത്തിരുന്നാൽ അങ്ങോട്ടും വീഴാം ഇങ്ങോട്ടും വീഴാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് രണ്ട് പോസിബിലിറ്റീസിലായിട്ട് ഒരു ഉറപ്പില്ലാതിരിക്കുന്നതിനാണ് നമ്മൾ സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു മിനിമം മാർക്കിൽ ജയിക്കാനിരിക്കുന്ന കുട്ടികളെ നമുക്ക് പറയാം ഹീ ഈസ് സിറ്റിംഗ് ഓൺ ദ ഫെൻസ്. കാരണം അവൻ ജയിക്കാനും ഒരു സാധ്യതയുണ്ട്, തോൽക്കാനും ഒരു സാധ്യതയുണ്ട്, അല്ലേ? രണ്ട് പോസിബിലിറ്റീസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇഡിയംസിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായോ? വൺസ് ഇൻ എ ബ്ലൂ മൂൺ, ദ ലാസ്റ്റ് സ്ട്രോ, മിസ് ദ ബോട്ട്, സിറ്റ് ഓൺ ദ ഫെൻസ്. ഇനി തന്നേക്കുന്ന ആ സെൻറ്റൻസ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. എ, മൈ ബ്രദർ ലീവ്സ് ഇൻ ദ USA, സോ ഐ ഓൺലി ഗെറ്റ് ടു സീ ഹിം. കണ്ടോ? മൈ ബ്രദർ ലീവ്സ് ഇൻ ദ USA. എൻ്റെ ബ്രദർ അവിടെയാണ്. സോ ഐ ഓൺലി ഗെറ്റ് ടു സീ ഹിം. അതുകൊണ്ട് എനിക്ക് അവനെ വല്ലപ്പോഴും മാത്രമേ കാണാനൊരു ചാൻസ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വല്ലപ്പോഴും വല്ലപ്പോഴും ഒരിക്കൽ എന്നുള്ള മീനിങ് വന്ന ഇഡിയം വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ബി, ഐ സെൻഡ് ഓഫ് മൈ യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ് ആൻഡ് നിയർലി ഡാഷ്. കണ്ടോ? ലാസ്റ്റ് മിനിറ്റിലാണ് ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക്
അതൊരു മിസ്സാകാനൊരു ചാൻസ് ഉണ്ട് അല്ലേ. I nearly missed the opportunity എന്നർത്ഥത്തിൽ miss the boat. C. She criticized the representatives of the union for dash and failing to make a useful contribution to the argument. She criticized the representatives of the union. ആ യൂണിയനിലെ റിപ്രസെൻറ്റേറ്റീവ്സിനെ അവൾ ക്രിട്ടിസൈസ് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? They are sitting on the fence അല്ലേ, for sitting on the fence and failing to make a useful contribution to the argument. ആ ഒരു ആർഗ്യുമെൻറ്റിന് ശരിക്കുള്ളൊരു കോൺട്രിബ്യൂഷൻ, ഒരു സംഭാവന നൽകാൻ, ഒരു കറക്റ്റായിട്ടൊരു ആൻസർ പറയാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുന്നതിനെയാണ് she criticized the representatives of the union. Okay, so there the answer is sit on the fence. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ you may change the forms if necessary എന്ന് പറഞ്ഞതുകൊണ്ട് വേണമെങ്കിൽ for sitting, for വന്നതുകൊണ്ട് സാധാരണ നമ്മൾ sitting പറയും, to sit കേട്ടോ, to sit, for sitting. അപ്പോൾ ഇവിടെ for sitting on the fence അല്ലെങ്കിൽ sit on the fence എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഈ സെൻറ്റൻസ് ഒന്നും നിങ്ങൾ എക്സാമിന് എഴുതി സമയം വേസ്റ്റ് ചെയ്യരുത്. ജസ്റ്റ് റൈറ്റ് ദ ക്വസ്റ്റ്യൻ നമ്പർ 16. A. Once in a blue moon. B. Miss the boat. C. Sit on the fence. അപ്പോൾ ഈ ആൻസേഴ്സ് മാത്രം എഴുതിയാൽ മതി. Question 17. Elaborate the idea in the following lines. God too must have stammered when he created man. That is why all the words of man carry different meanings. Elaborate the idea in the following lines. ഈ തന്നേക്കുന്ന ലൈൻസിൻ്റെ ഐഡിയ ഒന്ന് എലാബറേറ്റ് ചെയ്യുക. എലാബറേറ്റ് ചെയ്യുക മീൻസ് വിശദമാക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ് അർത്ഥം. ഇവിടെ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ 3 or 4 സെൻറ്റൻസസ്, ഒരു അരപ്പേജൊന്നും വേണ്ട, ഒരല്പം കുറച്ചൊരു 3-4 സെൻറ്റൻസ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എലാബറേറ്റ് ഐഡിയ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ആൻസറിൽ നിങ്ങൾ കഴിയുന്നതും ഈ ലൈൻസ് ആരാണ്, ഏത് പോയമിൽ നിന്ന് എടുത്തതാണെന്നൊന്ന് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം അപ്പോൾ അത് ആൻസർ ചെയ്യുന്ന ആളിന്, വാല്യുവേറ്ററിന് മനസ്സിലാകും നിങ്ങൾക്ക് ഈ പോയമിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതാം അല്ലേ. In these beautiful lines, the poet Professor Sachidanandan says, when God created man, he might have stammered. That is why all the words of man he created carry different meanings. Here the poet in the poem Stammer says the different perspectives of stammer. അല്ലേ, ഈ പോയമിൽ പോയിട്ട് നമ്മുടെ ആ ഒരു സ്റ്റാമർ എന്ന് പറഞ്ഞാൽ വിക്ക്, അതിൻ്റെ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വ്യൂസ്, ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഓരോ കാര്യത്തിനെ കുറിച്ചുള്ളതിനെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ നമുക്ക് പറഞ്ഞ് ഇതിൻ്റെ ഈ ലൈൻസിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻ എഴുതിയാൽ മതി. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് ഒരു 3 or 4 സെൻറ്റൻസ് എഴുതിയാൽ മതി, 3 മാർക്സ് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. A debate is being organized in your class on the topic educated Indian women get the space they deserve in society. Prepare 4 arguments for or against the topic. ഉണ്ടോ, ഫോർ ആൻഡ് എഗെയിൻസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇവിടുത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, പ്രിപ്പയർ 4 ആർഗ്യുമെൻറ്റ്സ് ഫോർ ഓർ എഗെയിൻസ്റ്റ് ദ ടോപ്പിക്. അപ്പോൾ നിങ്ങൾക്ക് 4 ആയിട്ട്, 4 മീൻസ് സപ്പോർട്ട് ചെയ്തും എഴുതാം, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് അതിന് ഓപ്പോസിറ്റായിട്ടും എഴുതാം. ഏതെഴുതിയാലും മതി. കണ്ടോ, 4 ആയിട്ട് മാത്രമല്ല ക്വസ്റ്റ്യൻ, എഗെയിൻസ്റ്റ് ആയിട്ട് മാത്രമല്ല, 4 ഓർ എഗെയിൻസ്റ്റ്. അതിൽ മാർക്സ് 4 മാർക്സിനാണ്. അപ്പോൾ 4 സെൻറ്റൻസസ് നിങ്ങൾ എഴുതണം. അതിനുശേഷം നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രാവശ്യം കൂടെ വായിക്കുക. എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻ വിമൻ ഗെറ്റ് ദ സ്പേസ് ദ ഡിസേർവ് ഇൻ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിമൻ, സ്ത്രീകൾക്ക് അവർക്ക് അർഹമായ ഒരു സ്ഥാനം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് യെസ് കറക്റ്റാണ് എന്ന് നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം യെസ് അവർക്ക് ഇന്ന പൊസിഷനിൽ ഇപ്പോൾ സ്ത്രീകളുണ്ട്, അവർക്ക് വേണ്ട സ്പേസ് കിട്ടുന്നുണ്ട്, അതിന് എക്സാമ്പിൾ ഇങ്ങനെയാണ്, അങ്ങനെ 1 2 3 4 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാം.
ഇതിൽ തന്നെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റായിട്ടും എഴുതാം. ഇല്ല, വിമൻ, സ്ത്രീകൾക്ക് ഇപ്പോൾ സൊസൈറ്റിയിൽ അവർക്ക് അർഹമായൊരു സ്പേസ് കിട്ടുന്നില്ല, കാരണം അവരിപ്പോഴും ഇങ്ങനെയൊക്കെയാണ്, അവർക്കിപ്പോൾ വേണ്ട അല്ലേ. നമ്മൾ ആ ലെസണിൽ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലേ, അവർക്ക് ഈക്വൽ വേജ് ഫോർ ഈക്വൽ ജോബ് കിട്ടുന്നില്ല, അവരിങ്ങനെയാണ്, അവർക്ക് പല കാര്യങ്ങൾക്കും അവർക്ക് ഒരു ഇത് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതിയാൽ മതി, അതിന് ആൻസർ കറക്റ്റാകും. ക്വസ്റ്റ്യൻ നമ്പർ 19. If an alum is visiting your school to inaugurate a panel discussion on entrepreneurship and society in connection with the Gandhi Jayanti celebrations, as you are the school leader, it is your responsibility to introduce him to the audience. Prepare the script of the welcome or introduction speech. Question നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ 1-2 പ്രാവശ്യം വായിച്ചു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇതിലെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇർഫാൻ അലമിനെ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ ഒരു ഗാന്ധി ജയന്തി പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ വന്നേക്കുന്ന ആ സ്റ്റേജിലിരിക്കുന്ന ഇർഫാൻ അലമിനെ എങ്ങനെ നമ്മൾ ഓഡിയൻസിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും, അതിന് വേണ്ട സ്ക്രിപ്റ്റ് ഓഫ് ദ സ്പീച്ച്, സ്ക്രിപ്റ്റ് ഓഫ് ദ വെൽക്കം സ്പീച്ച് ഓർ സ്ക്രിപ്റ്റ് ഓഫ് ദ ഇൻട്രൊഡക്ഷൻ സ്പീച്ച് അത് പ്രിപ്പയർ ചെയ്യാനാണ്. അതിലെ മാർക്ക് 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യന് നിങ്ങൾ ഒരു ഹാഫ് പേജ് എഴുതിയാൽ മതി. പല കുട്ടികളുടെയും ഡൗട്ട്സ് കൂടുതൽ എഴുതുന്തോറും അവർക്ക് ടൈം കിട്ടുന്നില്ല എന്നാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ആൻസർ പേജിൻ്റെ ഒരു ഹാഫ് പേജ് എഴുതി നിർത്തുക കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതുപോലെ തന്നെ ഞാൻ ഇർഫാൻ അലമിനെ എങ്ങനെ നമുക്കൊരു പ്രോഗ്രാമിന് ഓഡിയൻസിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അയാളെ വെൽക്കം ചെയ്യാം എന്ന സെയിം ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഓഫ് എ 3-വീൽഡ് റെവല്യൂഷൻ, ആ വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. അതിൽ ആ ലെസൺ ബേസ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ ആൻസറുണ്ട്. അതുപോലെ ഇർഫാൻ അലമിനൊരു ഇമെയിലുണ്ട്, ഒരു പ്രൊഫൈൽ എങ്ങനെ എഴുതാം, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ എല്ലാം ഉണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ട് അത് പഠിച്ച് വയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പാനൽ ഡിസ്കഷനിൽ അതിലെ പാനൽ ലിസ്റ്റിനെ നമുക്ക് എങ്ങനെ അവരെ വെൽക്കം ചെയ്യാം, അവരെ എങ്ങനെ നമുക്ക് ഓഡിയൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അങ്ങനെ ഒരു വീഡിയോയും ഉണ്ട്. വെൽക്കം സ്പീച്ച് ടു ഇൻട്രൊഡ്യൂസ് ദ പാനൽ ലിസ്റ്റ്, അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. അതും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ, അത് കണ്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20. You have noticed that in recent times, food crops have been replaced by cash crops in our state. Write 4 points to highlight how this is harmful to society. 4 marks in the question. You have to write 4 points. 4 points to highlight how this is harmful to society. എങ്ങനെയാണ് ഇത് സൊസൈറ്റിക്ക് ഒരു ഹാംഫുൾ, അപകടമാകുന്നത്? ഏതാ? The food crops have been replaced by cash crops in our state. നമ്മുടെ സ്റ്റേറ്റിൽ ഫുഡ് ക്രോപ്സ്, ഭക്ഷ്യവിളകൾ മാറി നാണ്യവിളകളായിട്ടുണ്ട്. അതിന് നമ്മുടെ സൊസൈറ്റിയിൽ അത് ഹാംഫുൾ ആണെന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ക്യാഷ് ക്രോപ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. അങ്ങനെ ഒന്നുകിൽ നിങ്ങൾക്കത് 4 പോയിൻറ്റ്സ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫായിട്ട് എഴുതുക. Question number 21. Prepare a profile of Wangari Maathai from the hints given. പ്രൊഫൈൽ എഴുതാനാണ്. പ്രൊഫൈൽ എഴുതാനായിട്ടൊരു ഷുവർ ക്വസ്റ്റ്യൻ എന്തായാലും കാണും. അപ്പോൾ ഇവിടെ റൈറ്റ് എ പ്രൊഫൈൽ ഓഫ് വാങ്കാരി മത്തായി. പ്രൊഫൈൽ എഴുതാൻ ഈസിയാണ്, കാരണം പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഹിൻസ് തന്നിട്ടുണ്ട്. ഈ ഹിൻസിനെ നിങ്ങൾ ഓരോരോ സെൻറ്റൻസ് ആയിട്ട് എഴുതിയാൽ മതിയാകും. അപ്പോൾ ഇവിടെ തന്നേക്കുന്നത് വാങ്കാരി മത്തായിയുടെ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ പ്രൊഫൈൽ റൈറ്റിങ്ങിന് നമുക്ക് എങ്ങനെ നന്നായിട്ടൊരു പ്രൊഫൈൽ എഴുതാമെന്ന് ഞാനൊരു വീഡിയോ തന്നിട്ടുണ്ട്, പ്രൊഫൈൽ റൈറ്റിങ്ങിൻ്റെ. അത് നിങ്ങൾ ചെയ്യേണ്ടത് അത് നന്നായിട്ട് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഒരു പ്രൊഫൈൽ റൈറ്റിങ്ങിന് ചെയ്യേണ്ടത് ആരെക്കുറിച്ചാണോ പ്രൊഫൈൽ എഴുതേണ്ടത് അയാളുടെ പേര് ടൈറ്റിലായിട്ട് കൊടുക്കുക. പിന്നെ അയാളെക്കുറിച്ച് ഉള്ള ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എടുത്ത് എഴുതണം. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ വാങ്കാരി മത്തായി കോമ, ഇതിൽ നിന്ന് നല്ലൊരു പോയിന്റ്, കെനിയൻ എൻവയോൺമെൻ്റലിസ്റ്റ്, അല്ലെങ്കിൽ ദ ഗ്രേറ്റ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്, അല്ലെങ്കിൽ ദ വുമൺ ഹു ഫോട്ട് ഫോർ ദ റൈറ്റ്സ് ഓഫ് ദ വിമൻ ഇൻ കെനിയ വാസ് ബോൺ ഓൺ 1st April
in 1940. അത് പലപ്പോഴും കുട്ടികൾ വരുത്തുന്നൊരു മിസ്റ്റേക്കാണ്. ഒരു ഡേറ്റിന് മുമ്പേ നിങ്ങൾ ഓൺ ചേർക്കുക, ഒരു ഇയറിന് മുമ്പേ ഇൻ ചേർക്കുക. ഓൺ 1st April in 1940. അതുപോലെ തന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ്റെ സെൻറ്റൻസും പ്രൊഫൈൽ റൈറ്റിങ്ങിന് വളരെ നന്നായിട്ട് എഴുതുക. അപ്പോൾ അവർ മരിച്ച ആളാണെങ്കിൽ പോലും നമ്മൾ ഈവൻ ദോ ഷി ഹാസ് ലെഫ്റ്റ് ഫ്രം ദിസ് വേൾഡ്, ഗ്രേറ്റ് വർക്ക്സ് ഇൻഫ്ലുവൻസസ് ദ പീപ്പിൾ നൗ ഇറ്റ്സെൽഫ്, അല്ലെങ്കിൽ സ്റ്റിൽ ഷീ റിമൈൻസ് ഇൻ അവർ മൈൻഡ്സ് ത്രൂ ഹർ വർക്ക്സ്. അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല സെൻറ്റൻസ് പറഞ്ഞ് നിങ്ങളത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. Robert Baldwin in The Hour of Truth overcomes the temptation of money. He is a man of complete honesty. Sketch the character of Robert Baldwin in a paragraph. ഇത് റോബർട്ട് ബാൾവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ്. ക്യാരക്ടർ സ്കെച്ച് അവർ ഓഫ് ട്രൂത്തിലെ എല്ലാ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെയും ക്യാരക്ടർ സ്കെച്ച് ഞാൻ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ട് പഠിക്കുക. ക്യാരക്ടർ സ്കെച്ച് റോബർട്ട് ബാൾവിനുണ്ട്, ജോൺ ഗ്രഷാം, ജോൺ, EV, മാർത്ത എല്ലാവരുടെയും ഉണ്ട്. അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23. Dr. Hardin B. Jones presents the harmful effects of sensual drugs on the human body in his article entitled Dangers of Drug Abuse. Prepare an essay highlighting the consequences of drug addiction. ഇവിടെ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്, എസ്സേ എഴുതാനാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻസും 5 മാർക്സാണ്, പ്രൊഫൈൽ റൈറ്റിംഗ് 5 മാർക്സാണ്. അപ്പോൾ അതൊരു മാക്സിമം 3/4 പേജ് എഴുതിയാൽ മതി. ക്യാരക്ടർ സ്കെച്ച് 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്, അതും മാക്സിമം 3/4 പേജ് എഴുതിയാൽ മതി. ഇവിടെ ഈ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എസ്സേ 5 മാർക്സ് ആയതുകൊണ്ട് അതും നിങ്ങളൊരു 3/4 പേജ് എഴുതിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ഒരു എസ്സേ, സ്പീച്ച്, ആർട്ടിക്കിൾ ഇതിനെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും ഹൈലൈറ്റിംഗ് ദ കോൺസിക്വൻസസ് ഓഫ് ഡ്രഗ് അഡിക്ഷൻ, ദ ഹാംഫുൾ ഇഫക്ട്സ് ഓഫ് സെൻട്രൽ ഡ്രഗ്സ് ഓൺ ദ ഹ്യൂമൻ ബോഡി. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ സെൻട്രൽ ഡ്രഗ്സിൻ്റെ ഇഫക്ട്സ് എന്താണ്. അപ്പോൾ അത് പേജ് നമ്പർ 121 ലാസ്റ്റ് പാരഗ്രാഫ് മുതലാണ് തുടങ്ങുന്നത്. നിങ്ങളത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതിൽ ഇങ്ങനെയുണ്ട്, ദ ഹെൽത്ത് റിലേറ്റഡ് ഡ്രഗ് ഡിസോർഡേഴ്സ് ആർ മെനി ആൻഡ് വാരീഡ്. ഡ്രഗ് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ആ പേജ് നമ്പർ 121 മുതൽ നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. മാർക്ക് അനുസരിച്ച് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. Question number 24. In the midst of the COVID-19 pandemic, you spent a lot of time reading books and novels by various authors. In the meantime, a friend sent you a novel called The Virus, which he wrote during the pandemic. He has requested you to write a blurb for it. Prepare the blurb. Hints, theme, message, characters, relevance of the topic, style. ഓക്കെ, മാർക്സ് 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ബ്ലർബ് റൈറ്റിംഗ് ആണ്. ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബ്ലർബ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓൺ ദ ബാക്ക് കവർ ഓഫ് എ ബുക്ക്. ഒരു ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ അതിനെക്കുറിച്ചുള്ള ആ ബുക്ക് വിൽക്കുന്നതിന് വേണ്ടി അത് വാങ്ങാൻ പോകുന്നവർക്ക് അത് കണ്ട് അവരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് അല്ലേ, അത് ബുക്ക് സെല്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എഴുതുന്നതാണ് ബ്ലർബ് റൈറ്റിംഗ്. അപ്പോൾ ആ ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ എഴുതുന്നത് അതെങ്ങനെ എഴുതാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. അതിനൊരു കറക്റ്റ് പാറ്റേൺ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഏതിനെക്കുറിച്ചാണ് ബ്ലർബ് റൈറ്റിംഗ് എഴുതേണ്ടത്? ദ വൈറസ്, ആ ബുക്കിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എഴുതാം. ഈ തന്ന ഹിൻസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ബ്ലർബ് റൈറ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ സെർച്ച് ചെയ്ത് അത് ഒന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25. Women should step outside their comfort zones, says Christine Lagarde. Do you agree with her statement? Express your views in the form of a write-up. 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഒരു റൈറ്റപ്പ് ആണ്. റൈറ്റപ്പ് എഴുതേണ്ടത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയതിന് ശേഷം ഒരു ടൈറ്റിൽ കൊടുക്കുക, പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. ദാറ്റ്സ് ദ റൈറ്റപ്പ്. വിമൻ ഷുഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദ കംഫർട്ട് സോൺസ്. അപ്പോൾ ഇവിടെ
ആ ഒരു 3 L's ഓഫ് എംപവർമെൻറ്റിൽ ലാസ്റ്റ് ലീഡർഷിപ്പിന് ആയിട്ട് റിലേറ്റ് ചെയ്ത പോയിൻറ്റ്സാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ അവിടെ ക്രിസ്റ്റ്യൻ ലഗാർഡ് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചെഴുതുക അല്ലേ. വിമൻ ഷുഡ് ഡയർ ദ ഡിഫറൻസ്, ദെൻ ദേ ഷുഡ് ടേക്ക് ദ റിസ്ക്, പിന്നെ ദേ ഹാവ് ദ എബിലിറ്റി ടു ടേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ കൺസെൻഷ്യസ് ബിൽഡിംഗ്, ഇൻക്ലൂഷൻ ആൻഡ് വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. അപ്പോൾ അതിൽ ആ ഒരു സ്ത്രീകൾക്കുടെ കഴിവിനെക്കുറിച്ചും അതുകൊണ്ട് അവർ സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദ കംഫർട്ട് സോൺസ്, അവരുടെ കംഫർട്ട് സോണൊക്കെ വിട്ട് അവരൊന്ന് പുറത്തേക്ക് വരണം എന്നുള്ളതിനെക്കുറിച്ചൊന്ന് എംഫസൈസ് ചെയ്ത് നിങ്ങൾ ആൻസർ ചെയ്യണം. ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം കൂടെ ശ്രദ്ധിക്കുക. ഡു യു എഗ്രി വിത്ത് ഹർ സ്റ്റേറ്റ്മെൻറ്റ്? നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ എഗ്രി ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സെൻറ്റൻസ് യെസ് ഐ എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. എഗ്രി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ എഴുതുക, അല്ലെങ്കിൽ ഐ കാൺട്ട് എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. 5 മാർക്സ് ആയതുകൊണ്ട് മാക്സിമം ഒരു 3/4 പേജ് എഴുതിയാൽ മതി. Question number 26. The two amigo brothers decided to stay apart till the date of the contest to avoid tension and to present a good performance to the audience. Imagine that Antonio writes an email to Felix the day before the championship. Prepare the email. അപ്പോൾ ഇത് ഇമെയിൽ റൈറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇമെയിൽ റൈറ്റിങ്ങിൻ്റെ ആ ഒരു ഫോമാറ്റ് നിങ്ങൾക്കറിയാം, നിങ്ങൾ പലരും കണ്ടു, അല്ലെങ്കിൽ അത് സെർച്ച് ചെയ്ത് പഠിക്കുക. ആ ഫോമാറ്റിൽ എഴുതണം. ഇവിടെ ആർക്കാണ് എഴുതുന്നതെന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അന്റോണിയോ റൈറ്റ്സ് ആൻ ഇമെയിൽ ടു ഫെലിക്സ് വാഗാസ്. അപ്പോൾ ടു ഫെലിക്സ് വാഗാസ് അറ്റ്. അപ്പോൾ ഇമെയിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് വേണ്ടത്? അതിൽ ലെറ്റേഴ്സ് എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കണം, ഗ്യാപ്പില്ലാതെ എഴുതണം. പിന്നെ എന്തൊക്കെ എഴുതണം, എന്താ CC, എന്താ BCC, അതൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കൂ. Question number 27. Nomita proved herself to be a matchbox at the end of the story. Prepare a character sketch of Nomita in the light of this statement. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ ക്യാരക്ടർ സ്കെച്ച് ഓഫ് നോമിത എഴുതാനാണ്. 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഹെഡിങ് കൊടുക്കുക നോമിത, എന്നിട്ട് നിങ്ങൾ നോമിതയെക്കുറിച്ചുള്ള ഒരു നല്ലൊരു സെൻറ്റൻസ് ഹൈലൈറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഇത് എഴുതാൻ പറ്റും. നോമിതയുടെ ആ ഒരു ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 3/4 പേജ് എഴുതി നിർത്തുക. 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. ദെൻ question 24. Compare and contrast the attitude of the poet and his neighbor on the need for a wall on their boundary. 5 marks question ആണ്. Compare and contrast the attitude of the poet and his neighbor. ഇത് മെൻറ്റിംഗ് വാൾ എന്ന പോയമിലുള്ളതാണ്. അതിൽ പോയറ്റിൻ്റെയും നെയ്ബറിൻ്റെയും അവരുടെ ആറ്റിറ്റ്യൂഡ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, അവരുടെ രണ്ടുപേരുടെയും ആറ്റിറ്റ്യൂഡിനെ നിങ്ങൾ കമ്പയർ ചെയ്യുക. അതുപോലെ കോൺട്രാസ്റ്റ്, ഏതൊക്കെ കാര്യങ്ങളാണ് അവർക്ക് കോൺട്രാസ്റ്റ് ഓപ്പോസിറ്റായിട്ടുള്ള ഐഡിയാസ് ഉള്ളത് അല്ലേ. അതിൽ പറയുന്നുണ്ടല്ലോ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, അത് നെയ്ബറിൻ്റെ ഐഡിയ ആണ്. നെയ്ബർ എപ്പോഴും അത് പറയുന്നതാണ്. എന്നാൽ അതിനോട് പോയറ്റിന് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മെൻറ്റിംഗ് വാളിൻ്റെ പോയം കറക്റ്റായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ മെൻറ്റിംഗ് വാളിൻ്റെ ആ ഒരു നോട്ട്സ് ഞാൻ തന്ന അപ്രീസിയേഷൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് ഒന്ന് മനസ്സിലാക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29. After reading the anecdote Horgaloo, you realize the need of Horgaloos in this busy world of today. Keeping this in mind, you have decided to begin a blog. Prepare a post for the blog. Blog writing ആണ്. ബ്ലോഗ് റൈറ്റിംഗ് നമുക്കറിയാം, ഏതിനെങ്കിലും കുറിച്ചുള്ള നമ്മുടെ ഐഡിയാസ്, നമ്മുടെ ഒപ്പീനിയൻസ് നമ്മൾ ഇൻ്റർനെറ്റിൽ വെബ്സൈറ്റിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് ബ്ലോഗ് റൈറ്റിംഗ്. അപ്പോൾ ഏതിനെക്കുറിച്ചാണോ ആ ടൈറ്റിൽ എഴുതുക അല്ലേ. ഇപ്പോൾ ഏതിനെക്കുറിച്ചാണ് ഇവിടെ എഴുതേണ്ടത്? ദ നീഡ് ഓഫ് ഹോർഗലൂസ് ഇൻ ദിസ് ബിസി വേൾഡ് ഓഫ് ടുഡേ. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ടൈറ്റിൽ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. പിന്നെ ഡേറ്റ് എഴുതുക, / നിങ്ങളുടെ പേര്, പിന്നെ നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ച് എഴുതുക. അപ്പോൾ ബ്ലോഗ് റൈറ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ബ്ലോഗ് റൈറ്റിങ്ങിന് എന്തൊക്കെയാണ് അറിയേണ്ടതെന്നുള്ള കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് പഠിക്കുക. ഓക്കെ, 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. സോ യു റൈറ്റ് ഒരു 3/4 പേജ് എഴുതി നിർത്തുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30. Adjustment and reconciliation are lubricants which help life run smooth. Discuss the statement in connection with the story, crime and punishment. Write your answer in a paragraph. ഒരു പാരഗ്രാഫിൽ ആൻസർ എഴുതാനാണ് ക്വസ്റ്റ്യൻ. 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്.
കണ്ടോ, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ലാസ്റ്റ് യൂണിറ്റിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണിത്. അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് റിക്കൺസിലിയേഷൻ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ റിക്കൺസിലിയേഷൻ, അനുരഞ്ജനം. ദേ ആർ ദ ലൂബ്രിക്കൻസ് വിച്ച് ഹെൽപ്പ് ലൈഫ് റൺ സ്മൂത്ത്. നമ്മുടെ ജീവിതം സ്മൂത്തായിട്ട് പോകാനുള്ള 2 ലൂബ്രിക്കൻസ്, അതാണ് ഈ 2 കാര്യങ്ങളും. എങ്ങനെയൊക്കെയാണ് ഈ സ്റ്റോറിയിൽ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റിൽ ഇത് എന്തുമാത്രം സ്യൂട്ടബിളാണ്, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ അതുമായിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യാം, അതിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതൊരു പാരഗ്രാഫ് എഴുതുക. 5 മാർക്സ് ക്വസ്റ്റ്യൻ. Question number 31. The arts club of your school enacts the play The Hour of Truth in a theatre festival under your direction. What would be the content of the announcement that you would make before the commencement of the play? 5 marks question ആണ്. ഇവിടെ what would be the content of the announcement that you would make before the commencement of the play? Commencement means starting. ആ പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ അവർ ഓഫ് ട്രൂത്ത് എന്നുള്ളൊരു ആ പ്ലേ നിങ്ങൾ എനാക്ട് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ നമുക്ക് അത് സ്റ്റേജിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം? ഇതിൻ്റെ സെയിം ആൻസർ തന്നെ ഞാൻ കോമ്പയറിങ് എന്നുള്ളൊരു ടൈറ്റിലിൽ ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്നും ഞാൻ പറയുന്നില്ല. ആ വീഡിയോയിൽ സെയിം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെയാണ്. അത് നിങ്ങൾ കണ്ടു പഠിച്ചു വയ്ക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് അനൗൺസ്മെൻറ്റിന് ചെയ്യേണ്ട കാര്യങ്ങൾ, കോപ്പി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു മറ്റൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാം. Next question 32. You are appointed as a journalist in a leading newspaper. The first assignment is to conduct an interview with Sudha Murthy. Prepare 6 relevant questions for the interview. കണ്ടോ, 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. Prepare 6 relevant questions for the interview. ഇൻ്റർവ്യൂവിന് വേണ്ടി 6 ക്വസ്റ്റ്യൻസ്, റെലവൻ്റ് ആയിട്ടുള്ള, സ്യൂട്ടബിൾ ആയിട്ടുള്ള 6 ക്വസ്റ്റ്യൻസ് സുധാമൂർത്തിയോട് ചോദിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നിങ്ങൾക്ക് 6 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി, കറക്റ്റായിട്ടും 6 മാർക്സ് കിട്ടും. ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂ എഴുതാനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് വേണ്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എഴുതാനായിട്ട് ചോദിക്കാം. അപ്പോൾ അത് ഏതാണോ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം. ആ ഇൻ്റർവ്യൂ റൈറ്റിങ്ങിൻ്റെ ആ ഒരു വീഡിയോ കണ്ടു പഠിക്കുക. അതുപോലെ ഇർഫാൻ അലുമായിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇൻ്റർവ്യൂ റൈറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യനിൽ ആരോട് വേണമെങ്കിലും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സുധാമൂർത്തിയോട് ചോദിക്കാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് 33. Your school has organized a seminar on the topic Family Empowers a Woman. Prepare a report of the seminar to be published in the school magazine. You can use the given hints, date and time, venue, inauguration, welcome speech, paper presentation, open form, vote of thanks. അപ്പോൾ ഈ ഹിൻസ് എല്ലാം ചേർത്ത് ക്വസ്റ്റ്യൻ പ്രിപ്പയർ എ റിപ്പോർട്ട് ഓഫ് എ സെമിനാർ. കണ്ടോ, റിപ്പോർട്ട് ഓഫ് എ സെമിനാർ ടു ബി പബ്ലിഷ്ഡ് ഇൻ ദ സ്കൂൾ മാഗസിൻ. എങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാമിൻ്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സെമിനാറിൻ്റെ റിപ്പോർട്ട് എങ്ങനെയാണ് എഴുതേണ്ടത്? അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു റിപ്പോർട്ടായിട്ട് പാസ്റ്റ് ടെൻസിൽ എഴുതുക. ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതുപോലൊരു റിപ്പോർട്ട് എഴുതേണ്ട, എങ്ങനെയാണ് നമുക്കൊരു പ്രോഗ്രാമിൻ്റെ റിപ്പോർട്ട് എഴുതേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് അത് കാണിക്കാം, പറഞ്ഞു തരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 34. Underlining C.K. Prahla's idea, Irfan Alam says, business can be successful by targeting the bottom of the pyramid. Explain your view on this, taking into account the success of the Kudumbashree or She Taxi projects in Kerala. കണ്ടോ, ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ പോലെയാണ്. 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. 6 മാർക്സ് ആയതുകൊണ്ട് ഒരു 1 പേജ്, ഒരു 1.25 പേജ് മാക്സിമം എഴുതി നിർത്തുക. കണ്ടോ, ഇവിടെ പറയുന്നത് ഇർഫാൻ അലം സേസ് ബിസിനസ് ക്യാൻ ബി സക്സസ്ഫുൾ ബൈ ടാർഗറ്റിംഗ് ദി ബോട്ടം ഓഫ് ദ പിരമിഡ്. ഒരു പിരമിഡ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ബോട്ടം, അതിലുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്താൽ നമുക്ക് ബിസിനസ് സക്സസ്ഫുൾ ആകും. Explain your views on this, taking into account the success of the Kudumbashree or ഷീ ടാക്സി പ്രോജക്ട്സ് ഇൻ കേരള. നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോഴുള്ള ഈ ഷീ ടാക്സി പ്രോജക്ട്സ് അല്ലെങ്കിൽ കുടുംബശ്രീ പ്രോജക്ട്സ് അതെല്ലാം ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ ബോട്ടം ലെവൽ ഓഫ് പീപ്പിളാണ്, അല്ലേ, പുവർ പീപ്പിളിനാണ്. അപ്പോൾ അതെന്തുമാത്രം ഈ ഇർഫാൻ അലമിൻ്റെ ബിസിനസ് പോലെ എന്തുമാത്രം അത് വളരെ സക്സസ് ആയിട്ട് നടക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ ലെസൺസ്. ഒന്നും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ജനറലായിട്ട് ഇതിൻ്റെ ആൻസേഴ്സൊക്കെ എഴുതി കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് 35. Ratna and the grandfather in the anecdote Horgalu proved themselves to be human Horgalus.
Imagine that you are a reporter of a daily and you come to know about a local personality who has been doing selfless service for some years, providing drinking water to the needy. Prepare a newspaper report highlighting his service to society. 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാനാണ്. അപ്പോൾ 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നിങ്ങളൊരു 1.5-2 പേജ്, 2.25-2.5 പേജ് വരെയൊക്കെ എഴുതാം. നിങ്ങളുടെ ടൈം പോലെ സ്പീഡ് പോലെയൊക്കെ എഴുതുക. ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാൻ നല്ലൊരു ക്യാച്ചി ടൈറ്റിൽ കൊടുക്കുക, പ്ലേസ് എഴുതുക, പിന്നെ നിങ്ങൾ കാര്യങ്ങൾ എഴുതുക. ഇവിടെ ഏതിനെക്കുറിച്ചാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതേണ്ടതെന്ന് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക. കണ്ടോ, യു കം to know about a local personality who has been doing selfless service for some years, providing drinking water to the needy. നിങ്ങളുടെ സൊസൈറ്റിയിൽ ഒരാൾ ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്ത് ഒരു സെൽഫ്ലെസ് സർവീസ് ചെയ്യുന്നുണ്ട്. അയാളെക്കുറിച്ചാണ് നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ട ഉടനെ കുട്ടികൾക്ക് പറ്റുന്നൊരു അബദ്ധം, അവർ ഉടൻ തന്നെ ഹൊറിഗലൂന് രത്നയെക്കുറിച്ച്, ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചൊക്കെ അങ്ങ് എഴുതി തുടങ്ങും. അപ്പോൾ അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അത് എഴുതേണ്ടത് ഞാൻ ഈ പറഞ്ഞ പോയിൻ്റാണ് കേട്ടോ. ഹൈലൈറ്റിംഗ് ഹിസ് സർവീസ് ടു സൊസൈറ്റി. അപ്പോൾ ഇതുപോലെയാണ് അത് എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് എഴുതാം. ബട്ട് നിങ്ങൾ എഴുതേണ്ട ആൻസർ വേറെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 36. An honest and virtuous man will be rewarded by God in the end is the moral of the hour of truth. Prepare an article to be published in the school magazine on the need for total honesty in life. കണ്ടോ, ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്യാനാണ് ദ നീഡ് ഫോർ ടോട്ടൽ ഓണസ്റ്റി ഇൻ ലൈഫ്. നമ്മുടെ ലൈഫിൽ ഓണസ്റ്റിയുടെ അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്ന ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടൈറ്റിൽ കൊടുക്കുക, ഈ തന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരു ടോപ്പിക്കിൻ്റെ ടൈറ്റിൽ കൊടുക്കുക, പിന്നെ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. ദാറ്റ്സ് ദ ആർട്ടിക്കിൾ. ഇവിടെ 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരു 2.5 പേജ് വരെ നിങ്ങൾക്ക് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 37. Given below is an advertisement in a popular daily posted by Shaheen Mistry, CE of Teach for India, seeking volunteers to teach children in low-income areas of your locality. Imagine that you have all the qualities for the post. Prepare an application letter and a resume for the post. കണ്ടോ, ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും എംഫസൈസ് ചെയ്ത് പറയുന്നൊരു കാര്യമാണ് ജോബ് ആപ്ലിക്കേഷൻ വിത്ത് റെസ്യൂമെ നിങ്ങൾ പഠിക്കൂ. 8 മാർക്സിനൊരു ഷുവർ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇവിടെയും അതുപോലെ ഒരു അഡ്വർടൈസ്മെൻറ്റ് തന്നതിന് ശേഷം നിങ്ങളോട് ജോബ് ആപ്ലിക്കേഷൻ വിത്ത് റെസ്യൂമെ എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഴുതുന്നതിന് 4 മാർക്സും നിങ്ങളുടെ റെസ്യൂമെ, നിങ്ങളുടെ ബയോഡേറ്റ എഴുതുന്നതിന് 4 മാർക്സുമാണ്. അപ്പോൾ രണ്ടും നിങ്ങൾ എഴുതുക. അപ്പോൾ ആപ്ലിക്കേഷൻ മാത്രം എഴുതിയാലും പോരാ, റെസ്യൂമെ മാത്രം എഴുതിയാലും പോരാ, രണ്ടും എഴുതുക. രണ്ടും എഴുതുന്നതിനാണ് 8 മാർക്സ്. Next, question number 38. Imagine that you have been elected ward member. Realizing that your education paved the way for your success, prepare the script of a speech to address the people of your locality. ഇവിടെ നിങ്ങൾക്കൊരു സ്പീച്ച് എഴുതാനാണ്. 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. ആർക്കാണ് എഴുതേണ്ടത്? എ സ്ക്രിപ്റ്റ് ഓഫ് എ സ്പീച്ച് ടു അഡ്രസ് ദ പീപ്പിൾ ഓഫ് യുവർ ലൊക്കാലിറ്റി. അപ്പോൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലെ അഡ്രസ്സ് ചെയ്യാനാണ്. അപ്പോൾ വെരി വാം ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നിട്ട് നമ്മൾ എഴുതുക അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, വെരി വാം ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ, ഓണറബിൾ ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. It's a great privilege and honor for me to stand before you to speak on the topic. അതിനുശേഷം നിങ്ങളിവിടെ പറയേണ്ടത് എഡ്യൂക്കേഷൻ എന്തുമാത്രം ഒരാളുടെ ലൈഫിൽ അത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആസ് യു നോ, അല്ലെങ്കിൽ ലെറ്റ് മീ ബിഗിൻ ദ സ്പീച്ച് ബൈ സേയിങ് എ കോട്ട് ഓഫ് നെൽസൺ മണ്ടേല. എഡ്യൂക്കേഷൻ ഇസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ദാറ്റ് one can use to change the world. അങ്ങനെ നെൽസൺ മണ്ടേലയുടെ ഒരു കോട്ട് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സ്പീച്ച് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് പറഞ്ഞ് വേണമെങ്കിലും ആ ഒരു സ്പീച്ച് കൺക്ലൂഡ് ചെയ്യാം. ഇങ്ങനെ പറയാം, ലെറ്റ് മീ കൺക്ലൂഡ് മൈ സ്പീച്ച് ബൈ കോട്ടിങ് ദ ഫേമസ് വേർഡ്സ് ഓഫ് നെൽസൺ മണ്ടേല. എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ദാറ്റ് വൺ ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്.
അല്ലെങ്കിൽ വേറൊരു മലാല യൂസഫ്സായിയുടെ മറ്റൊരു കോട്ടാണ്, 1 pen, 1 book and 1 teacher can change the world. 1 pen, 1 book and 1 teacher can change the world. അപ്പോൾ ഈ ഒരു കോട്ട് പറഞ്ഞ് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, എനിവേ ഇങ്ങനെ നമ്മൾ സ്പീച്ചിന് വേണ്ടിയിട്ട് നമ്മൾ പറയുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഡ്സൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ആ കോഡ്സ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, എപ്പോഴും നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ആൻസേഴ്സിലെ മെയിൻ പോയിൻറ്റ്സ് ജസ്റ്റ് അണ്ടർലൈൻ. The last question number 39. Read the lines from the poem Mother, A Cradle to Hold Me by Maya Angelou. അതിനുശേഷം അവിടെ ഒരു പോയം തന്നിട്ടുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആ പോയമിൻ്റെ ലാസ്റ്റാണ്. അതിൽ ഹിൻസ് ആ പോയിൻറ്റ്സിൽ അതിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സിൻ്റെ മീനിങ്സ് തന്നതിന് ശേഷം നൗ കമ്പയർ ദ പോയം വിത്ത് എനി വുമൺ ബൈ കാതറിൻ ടൈനാൻ. കണ്ടോ, നിങ്ങൾ ചെയ്യേണ്ടത് ഈ പോയമിന് നിങ്ങൾ പഠിച്ച പോയം എനി വുമൺ ബൈ കാതറിൻ ടൈനാനുമായിട്ട് കമ്പയർ ചെയ്ത് എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഹിൻസ് നോക്കിയേ, തീം, മെസ്സേജ്, സ്റ്റൈൽ, ടോൺ, പോയറ്റിക് ഡിവൈസസ് എക്സെട്ര. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ ഒരു അപ്രീസിയേഷൻ എഴുതുമ്പോൾ, കമ്പയർ ചെയ്ത് അപ്രീസിയേഷൻ എഴുതുമ്പോൾ അതിലെ തീം, ഇപ്പോൾ ഇവിടെ 2 പോയിം കമ്പയർ ചെയ്യാൻ ചെയ്യുന്നത് 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യന് എനി വുമൻ്റെ മാത്രം അപ്രീസിയേഷൻ എഴുതിയാൽ പോരാ, അതുപോലെ ഈ തന്നേക്കുന്ന പോയമിൻ്റെ മാത്രം അപ്രീസിയേഷൻ എഴുതിയാലും പോരാ, 2 പോയം തമ്മിലുള്ള കമ്പയർ ചെയ്ത് വേണം എഴുതാൻ. ഇപ്പോൾ എനി വുമൻ്റെ മാത്രം അപ്രീസിയേഷൻ നിങ്ങൾ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലി 4 മാർക്സേ കിട്ടുകയുള്ളൂ. ഈ തന്നതുമായിട്ട് കമ്പയർ ചെയ്യുക, അതിൻ്റെ തീം എന്താണ്, വായിക്കുമ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുമല്ലോ, അത് വെച്ചിട്ട് ഈ പോയമിൻ്റെ 2 പോയമിൻ്റെയും തീം എന്താണ്, 2 പോയമിൻ്റെയും മെസ്സേജ് എന്താണ്, 2ൻ്റെയും സ്റ്റൈൽ എങ്ങനെയാണ്, ടോൺ എങ്ങനെയാണ്, ഇതിലെ പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണ്. ഈ പോയം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിലെ റൈം സ്കീം കണ്ടുപിടിക്കാം, റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാം, ഇതിൽ നിന്ന് അലിറ്ററേഷൻ, അസോണൻസ്, അപ്പോൾ ഇതിൻ്റെ എൻഡിങ് എങ്ങനെയാണ്, സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, ഇതിൻ്റെ തീം എന്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ച് ഒരു 2 or 2.5 പേജസിൽ നിർത്തുക. അപ്പോൾ നിങ്ങൾക്ക് അത്രയും എഴുതാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റുന്ന ആൻസർ ചെയ്യുക. കാരണം ഇപ്രാവശ്യം നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാരണത്താൽ നിങ്ങൾ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം മാക്സിമം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കുറേശ്ശെ ആണെങ്കിലും നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. മാക്സിമം മാർക്ക് കിട്ടുന്നതിന് വേണ്ടി ട്രൈ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.